ഇതിനെ തുടക്കത്തിലെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശരിയായ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുകയും അതിനെ നേരെയാക്കുകയും ചെയ്തില്ല എങ്കിൽ ഒന്നിനു പുറകെ മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി കൊണ്ടുവരും. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഇതിപ്പോ 5 അല്ലെങ്കിൽ 6 എണ്ണം കൺഫേംഡ് ആയിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. 3 കേസുകൾ, 2 കേസുകൾ ഹാഷിമോട്ടോസും സോറിയാസിസും, ഹാഷിമോട്ടോസും SLEയും ഹാഷിമോട്ടോസും വിറ്റിലിഗോയും, അല്ലെങ്കിൽ ഹാഷിമോട്ടോസും റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസും സോറിയാസിസും, അങ്ങനെ 2ഉം 3ഉം ഉള്ള ഒട്ടനവധി കേസുകളുടെ ട്രീറ്റ്മെന്റ് നമുക്ക് നടക്കുന്നുണ്ട്. അതിൽ കൂടുതലും ചെറുപ്പക്കാരാണ്. 25 വയസ്സിലും 30 വയസ്സിലും 35 വയസ്സിലും 40 വയസ്സിലും ഒക്കെ ഉള്ളവർക്കാണ് ഈ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവർ ഈ ഒരു അസുഖം പ്രത്യേകിച്ച് ഒരിക്കലും ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് 1 by 1 കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ പലപ്പോഴും ചില ആളുകളൊക്കെ എൻക്വയറി വിളിച്ചിട്ട്, അയ്യോ എനിക്ക് പഥ്യം നോക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ എനിക്ക് ആഴ്ചയിൽ വരാൻ പറ്റില്ല, മാസത്തിൽ വെറും 4 ലീവ് എടുക്കുന്നതിനെ പറ്റിയാണ് അവർ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ നിസ്സാര കാര്യത്തിന് വേണ്ടി ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാതെ ഇരിക്കുകയും, അല്ലെങ്കിൽ ഈ എടുത്തിട്ടുള്ളവരും ചിന്തിക്കാട്ടോ എന്തുമാത്രം വലിയൊരു ഗുണമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ നിസ്സാര കാര്യം പറഞ്ഞ് ട്രീറ്റ്മെന്റ് ഒഴിവാക്കുന്നവര് ചിന്തിക്കുക, ഭാവിയിലേക്ക് ഇവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാം വരണമെന്നില്ല, ബട്ട് മജോറിറ്റി കേസിൽ ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കിയിട്ട് മൾട്ടിപ്പിൾ പ്രശ്നങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണോ വേണ്ടിയോ, ഈ ചെയിനെ, ഈ 1 by 1 ഇങ്ങനെ വരുന്ന ഈ ഇമ്മ്യൂൺ ചെയിനിനെ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ചെയിനെ ബ്രേക്ക് ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഹാഷിമോട്ടോസ് അല്ലെങ്കിൽ ഈ ആന്റിബോഡീസ് പ്രശ്നക്കാരനല്ല, വളരെ ലഘൂകരിച്ച് ഈ ഒരു അസുഖത്തെ പറഞ്ഞു വിടരുത്. ഇത് പ്രശ്നക്കാരനാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒരു പ്രശ്നക്കാരനല്ലേ, അതെന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് ചികിത്സയില്ല, ഇത് ഇന്ന പ്രശ്നമാണ്, ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോ അല്ല ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഇതിനെ വളരെ നിസ്സാരമായിട്ട് അത് പറഞ്ഞു കൊടുക്കരുത്. ശരിക്കുമുള്ള കാര്യം പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുക, അവരതനുസരിച്ച് തീരുമാനം എടുക്കട്ടെ. താങ്ക് യു.